ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്സസ് മോഡിഫയേഴ്സിൻ്റെ അതേ പാർട്ട് 2 വീഡിയോ ആണിത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കൺക്ലൂസീവ് ആക്സസ് മോഡിഫയേഴ്സിനെ തരാൻ പറ്റിയിട്ടില്ല. അതായത് അവിടെ പ്രൊട്ടക്റ്റഡും ഡിഫോൾട്ടും സെയിം ആണെന്നൊക്കെയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു ഹലോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അണ്ടറിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹായ് എന്ന് പറയുന്ന ക്ലാസ് ആണ് ഹലോ എന്ന പാക്കേജിൻ്റെ അണ്ടറിലുള്ള ഹായ് എന്ന് പറയുന്ന ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ്. ഓക്കെ, പിന്നെ ഇനി രണ്ടാമത് അതേ പ്രൊജക്റ്റ് തന്നെ രണ്ടാമതായിട്ട് ഹലോ 2 എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഹായ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സിൻ്റെ ഹലോ 2 അണ്ടറിൽ ഹായ് 2 എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് കീവേഡ് ഉപയോഗിച്ചിട്ട് ഇൻറ്റ് ഹായ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊട്ടക്റ്റഡിൻ്റെ വേറൊരു യൂസസ് ആണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. അതായത് ഈ പ്രൊട്ടക്റ്റഡ് കീവേഡ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ ആ ഒരു ക്ലാസ്സിനെ വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഈ ഹായ് എന്ന് പറയുന്ന വേരിയബിൾ ആയാലും മെത്തേഡ് ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യണം. എന്തിനാ? ഈ ഹലോ എന്ന് പറയുന്ന പ്രൊജക്റ്റിനെയല്ല ഇൻഹെറിറ്റ് ചെയ്യേണ്ടത്, ഈ ഹായ് 2 എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻസീവ് കീവേഡ് ഹായ് 2 ആണ് ആ ക്ലാസ്സിൻ്റെ നെയിം. ഇപ്പം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു റെഡ് കളർ കത്തിയാണ്ട. അത് എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് നോക്കിയാൽ കാണും, ഇമ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് കീവേഡ് യൂസ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻഹെറിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാണിക്കുന്നുണ്ടാ, ഇമ്പോർട്ട് ഇപ്പൊ ആ ഒരു ക്ലാസ്സിനെ ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇമ്പോർട്ട് മാത്രമായിട്ട് ചെയ്തിട്ട് ഈ ഹായ് 2 ഉപയോഗിക്കാണ്ട് വന്നാലും എറർ വരും, ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്കത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസെർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇമ്പോർട്ടും കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആ ഹായിലുള്ള വാല്യൂ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഹായ് അസൈൻ 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇവിടെ കാണിക്കുന്നു നോക്ക്. ഇവിടെ സ്റ്റാറ്റിക് ഹായ് എന്ന് പറയുന്ന മെത്തേഡിനെ സ്റ്റാറ്റിക്കിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഹായ് എന്ന് പറയുന്ന മെത്തേഡല്ല, വേരിയബിളിനെ ഇവിടെ ഇതിന്റെ ഇത് മാറ്റി കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ട, ഇവിടെ സ്റ്റാറ്റിക് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് ഇന്നോട് നോൺ സ്റ്റാറ്റിക് മെത്തേഡാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡാണ്. ഒരു സ്റ്റാറ്റിക് മെത്തേഡിന് ഒരു നോൺ സ്റ്റാറ്റിക് മെത്തേഡിനെ ആക്സസ് ചെയ്യാനോ വാല്യൂ ഒന്നും റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സ്റ്റാറ്റിക് എന്ന് കൊടുക്കുക. ഇനി നമ്മളിവിടെ വന്നാൽ ആ എറർ പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ ആ വേറൊരു ക്ലാസ്സിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് വേറൊരു പാക്കേജിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഹെറിറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ടും കൂടി ചെയ്തെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഇമ്പോർട്ട് ചെയ്യാണ്ടതാ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാത്ത എററാണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഇമ്പോർട്ടും കൂടി ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഡിഫോൾട്ട് യൂസ് ചെയ്തിട്ട് ഇൻഹെറിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കീബോർഡ് മാറ്റുക. ഡിഫോൾട്ടിന് വേറെ തന്നെ കീബോർഡ് ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് നമ്മൾ കൊടുത്ത് ഇവിടെ ഇൻഹെറിറ്റും ചെയ്ത് ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എററാണ് കാണിക്കുന്നത്. ഓക്കെ, അവിടെ എന്ത് പറയണമെന്ന് വെച്ചാൽ വേരിയബിൾ ചേഞ്ച് പ്രൊട്ടക്റ്റഡിലേക്ക് ഹായ് എന്ന് പറയുന്ന വേരിയബിളിനെ മാറ്റാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലെറ്റർ സെറ്റർ മെത്തേഡൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു കൂട്ടുന്നു. ഓക്കെ വിട്ടെ. അപ്പോൾ ഡിഫോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ, അതായത് ആ ഒരു പാക്കേജിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ബട്ട് ആ ഒരു പാക്കേജിനുള്ളിൽ എവിടെ വേണ്ടിക്കും നമുക്ക് ഡിഫോൾട്ടായി യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പ്രൊട്ടക്റ്റഡായി യൂസ് ചെയ്യുന്നെങ്കിൽ ആ ഒരു പാക്കേജിൽ എവിടെ വേണ്ടിക്കും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു പാക്കേജിലേക്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിനെ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുകയും വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടും കൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മെത്തേഡിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി പ്രൈവറ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞാൽ ആ ഒരു ക്ലാസ്സിനുള്ളിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ.
ഓക്കെ. ഇനി വേറെ ഏതും ഇതായിരുന്നുള്ള ആക്സസ് മോഡിഫയർ. പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആക്സസ് മോഡിഫയറും കൂടി ഉണ്ട്. ഓക്കെ, പബ്ലിക് എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞതെന്ന്, അതായത് ആ ഒരു മെത്തേഡ് ആ ഒരു പാക്കേജുകളിൽ എവിടെ വേണ്ടിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേറെ ഒരു പാക്കേജിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടിക്ക് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്. അതായത് വേറൊരു പാക്കേജിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു ക്ലാസ്സിലേക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര പറയാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു കൺക്ലൂഷൻ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആകുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.